നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് നോക്കാൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുമാത്രം സങ്കടങ്ങളാണ് നമ്മുടെ ചുറ്റും. ഈ വലിയ ഭൂമിയിൽ, വലിയ ഭൂമിയല്ലേ, ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാത്തവരുടെ സങ്കടം എത്ര വലിയ സങ്കടമാണ്. ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ചിലർ പറയും 6 അടി മണ്ണെങ്കിലും സ്വന്തമായിട്ട് വേണ്ടേന്ന്. 6 അടി മണ്ണ് മരിച്ചു കഴിയുമ്പോൾ കുഴിച്ചിടാനാണ്. മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും കുഴിച്ചിട്ടുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ മണ്ണ് വേണ്ടത്, അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ മണ്ണ് വേണ്ടത്. ഒരു സ്ഥലമുണ്ടായി, ആ സ്ഥലത്തൊരു 4 ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു അഭയസ്ഥാനമുണ്ടാക്കി കുടുംബത്തെ, കുഞ്ഞുങ്ങളെ എല്ലാം ചേർത്തു പിടിച്ച് ആ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരു അഭയമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്തവരുടെ സങ്കടം എത്ര വലുതാണ്. എന്തെല്ലാം സങ്കടങ്ങളാണ്. ഒരു കുടുംബത്തിലേക്ക് ഒരു രോഗം കടന്നു വന്നാൽ, മാരകരമായ ഒരു രോഗം ഇപ്പോൾ കടന്നു വന്നാൽ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ തലമുറകളെ പോലും കടക്കണിയിലാക്കുന്ന തരത്തിലുള്ള ചികിത്സാ ചെലവാണ് ലോകത്തിൽ. നമുക്ക് വേണമെങ്കിൽ അതെല്ലാം അവരുടെ എല്ലാം കുടുംബത്തിലെ വിഷയം എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ വീട്ടിലെ കാര്യമല്ലല്ലോ, ആരുടെയൊക്കെ വീട്ടിലെ കാര്യമാണ് എന്ന് വിചാരിക്കാം. പക്ഷെ നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അത് നമ്മുടെ സ്വന്തം സങ്കടം കൂടിയായി നമ്മുടെ നാട്ടിൽ പരിഹാരമുണ്ടാകുന്നത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാൻ നമുക്ക് കഴിയണം, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഏതെങ്കിലും സർക്കാരുകൾക്ക് മാത്രമായി, കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ലോക്കൽ ബോഡികൾക്കോ മാത്രമായി ഈ ഒരു വലിയ ദൗത്യം, ഈ ഒരു വലിയ മിഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ഒരുപാട് സംഘടനകൾ ഉണ്ടാകണം. ഇതുപോലെ ഹൃദയശുദ്ധിയുള്ള, മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരുപാട് സംഘടനകൾ ഉണ്ടാകണം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എന്തെല്ലാമാണെന്ന് ചെയ്യേണ്ടതെന്ന്. രാത്രി കിടക്കാൻ നേരത്ത് അന്നത്തെ ദിവസമുണ്ടായ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം, നമ്മളെ കാണാൻ വന്ന വീടില്ലാത്തവർക്ക്, ഭൂമിയില്ലാത്തവർക്ക്, രോഗികളായ ആളുകൾക്കൊക്കെ അവർ അർഹിക്കുന്ന തരത്തിലുള്ള സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പല ദിവസങ്ങളിലും രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മളെല്ലാം വേട്ടയാടുകയാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ സംതൃപ്തിയാണ്, വലിയൊരു സന്തോഷമാണ്. ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ, ഞാൻ ഓർക്കുകയായിരുന്നു, പ്രളയമുണ്ടായി അവിടെ 2018 പ്രളയത്തിൽ ഏറ്റവും മുങ്ങിയത് പറവൂരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രളയത്തിൽ മുങ്ങിയ സ്ഥലം. എത്രമാത്രം ആളുകളാണ്, നമുക്ക് പരിചയമില്ലാത്തവർ, എത്രയോ ദൂരങ്ങളിൽ നിന്ന് പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാർ വാഹനങ്ങളുമായി അരിയും പഞ്ചസാരയും സാധനങ്ങളുമായി, ഭക്ഷണ സാധനങ്ങളുമായി എത്തിയത്. എത്രയോ പേരാണ് വാഹനങ്ങളിൽ വെള്ളവുമായി, കുടിവെള്ളവുമായി എത്തിയത്. എത്ര പേരാണ് അവർക്ക് ഉടുക്കാനുള്ള വസ്ത്രവുമായി എത്തിയത്. വാശിയോടുകൂടിയാണ് ഭക്ഷണവുമായിട്ട് ആളുകൾ വന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരായ മനുഷ്യർ ഉൾപ്പെടെ എത്രയോ ആളുകൾ. അതിനുശേഷം ഒരു പുനരധിവാസ പ്രക്രിയ തുടങ്ങിയപ്പോൾ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ എത്രയോ പേർ, എത്രയോ നല്ല മനുഷ്യർ വന്നു. എത്രയോ നല്ല മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അത് അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ മൂവ്മെന്റ് കേരളത്തിൽ ഉണ്ടാകണം. അത് ആഗ്രഹിച്ചിട്ടാണ് ഈ ബജറ്റിൽ സർക്കാർ വൺ കേരള കരുതൽ മിഷൻ എന്നുള്ളൊരു മിഷൻ പ്രഖ്യാപിച്ചത്. അതിനൊരു വലിയൊരു ഫണ്ട് ഉണ്ടാക്കും, തീർച്ചയായും വലിയൊരു ഫണ്ട് ഉണ്ടാകും. അതോടൊപ്പം ഇതുപോലെ നന്നായി പ്രവർത്തിക്കുന്ന സംഘടനകളെ ചേർത്ത് പിടിക്കും, അവർക്ക് കൂടി പിന്തുണ കൊടുക്കും. കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പിൻബലമാകും. ഇതിനൊക്കെ 2 കാര്യങ്ങളാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരാൾ 1000 രൂപ നൽകിയാൽ 1000 രൂപയും ഗുണഭോക്താവിൻ്റെ കയ്യിലെത്തും. 1 രൂപ പോലും കുറയില്ല, ഒരു കട്ടുണ്ടാവില്ല. ആ ചെലവ് മുഴുവൻ ഗവൺമെന്റ് വഹിക്കും. അങ്ങനെ ചെലവൊക്കെ ഉണ്ടാവുമല്ലോ, ആ ചെലവ് മുഴുവൻ ഗവൺമെന്റ് വഹിക്കും. ഒരു ഡോണർ കൊടുക്കുന്ന പൈസ മുഴുവനായി 1 രൂപ പോലും മാറാതെ ഗുണഭോക്താവിന്റെ കയ്യിലെത്തും. 1. 2, താൻ കൊടുക്കുന്ന തുക ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, അയാൾ അർഹനായ ആളാണോ എന്ന് ഈ കൊടുക്കുന്നയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സംവിധാനം, അയാൾക്ക് നോക്കാൻ കഴിയുന്ന, വളരെ ആക്സസ് ഉള്ള, ഓപ്പൺ ആയിട്ടുള്ള ഒരു സംവിധാനം. ഇത് ഏത് അർഹരായ കുടുംബത്തിനാണോ, അർഹനായ. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടത് കടക്ക് പുറത്ത് മാറി നിൽക്കങ്ങോട്ട്, വീട്ടിൽ പോയി ചോദിക്ക്, പരനാറിയും നികൃഷ്ട ജീവിതയും
ചെറ്റയും ചെറ്റത്തരവും. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കേട്ടത് ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന്. ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ പ്രതിരൂപമായ പിണറായി വിജയൻ സമൂഹത്തോട് ഒരു നന്മയുള്ള, സമൂഹത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ പിണറായി വിജയനിൽ നിന്നുണ്ടായില്ല. സദാസമയവും ആരെയും കാണാൻ താല്പര്യമില്ല, തയ്യാറല്ല, ആരെയും കേൾക്കാൻ റെഡിയല്ല, സന്നദ്ധനല്ല. തന്നിഷ്ടം വാഴ്ത്തുപാട്ടുകാര്, സ്തുതിപാഠകര്, അവർക്ക് ചുറ്റിലും ഇങ്ങനെ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ. എന്നാൽ നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മനുഷ്യന്റെ വാക്കുകള് സാധാരണക്കാരനെ ഇങ്ങനെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. അതിലേറെ എന്തൊരു കരുതലാണ് മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പൊ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കേട്ടു, ഇതൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ നമ്മൾ കേട്ടു എന്നല്ലാതെ എന്താണ് ഇതിന്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണിത് എന്ന് നമ്മൾ ചിന്തിച്ചില്ല. പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ആ മനുഷ്യൻ കാലെടുത്ത് വെക്കുക. സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന, മനസ്സലിയിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഓർത്തു പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ, നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ 10 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ട് കഷ്ടതകളുടെ പരകോടിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് മുഖ്യമന്ത്രിയെ കണ്ട് ഒന്ന് പറയാൻ, തൻ്റെ വേദനകൾ, തൻ്റെ മനസ്സൊന്ന് തുറന്ന് സംസാരിക്കാൻ, പിഞ്ചുമക്കള്, പ്രായമേറിയ അച്ഛനമ്മമാര്, കഷ്ടതകൾ അനുഭവിക്കുന്ന മക്കള്, ഭർത്താവ്, ഭാര്യ ഓടിയെത്തുകയാണ്. എല്ലാവർക്കും വേണ്ടത് എന്താ? മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം. കഴിഞ്ഞ 10 വർഷക്കാലം അതിനുള്ള അവസരം ഉണ്ടായില്ല. പറ്റൂല, ആർക്കും കാണാൻ പറ്റൂല. ആരും കേൾക്കും വേണ്ട, കാണും വേണ്ട, ഒന്നും വേണ്ട. തനിക്കിങ്ങനെ സുഖിച്ച് ജീവിക്കണം. ചൂര പറ്റൂല, നെയ്മീനേ കയറുള്ളൂ. കഴിച്ചോട്ടെ, കഴിക്കുന്നതിനൊന്നും നമ്മൾ കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം കഴിച്ചോട്ടെ. പക്ഷേ അത് കഴിക്കുമ്പോഴും സാധാരണക്കാരൻ്റെ വേർപ്പ്, ഒരു ഗതിയും പരഗതിയുമില്ലാതെ കട്ടിലിൽ വീണുപോയ 1000 മനുഷ്യർ അവരുടെ വീടുകളിലേക്ക് വാങ്ങുന്ന 1 കിലോ പഞ്ചസാരക്ക് അവർ നൽകുന്ന 5% GST, അതിൽ നിന്നാണ് ഈ നെയ്മീൻ നക്കുന്നത് എന്നുള്ള ബോധ്യം. അത് വേണ്ടേ? അതുണ്ടാവേണ്ടേ? അതുണ്ടാവണമായിരുന്നല്ലോ. നെയ്മീൻ നക്കുമ്പോഴും ഈ 5% GST കൊടുക്കുന്നവനെ കേൾക്കാനുള്ള ഒരു മനസ്സ്. ഞാൻ പഞ്ചസാരയുടെ കണക്ക് പറയാൻ കാരണം എന്താ അറിയോ? ഈ പഞ്ചസാര നമ്മളെല്ലാവരും വാങ്ങുന്നതാ. അപ്പോൾ നിങ്ങൾ പറയും, ഇല്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്ന്. റേഷൻ കടയിൽ നിന്ന് എത്ര കിലോ പഞ്ചസാര കിട്ടും നിങ്ങൾക്ക് ഒരു മാസം? ആ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പഞ്ചസാരയിൽ നിങ്ങൾ എത്ര ദിവസം ചായ അടിക്കും? നിങ്ങൾ എത്ര ദിവസം പലഹാരങ്ങൾ ഉണ്ടാക്കും? കട്ടൻ ചായ കുടിക്കുമോ നിങ്ങൾ? ആ റേഷൻ കടയിൽ കിട്ടുന്ന ഈ പഞ്ചസാര കൊണ്ട് ഒരു മാസം തികച്ച് നിങ്ങൾ കട്ടൻ ചായ കുടിക്കാൻ പറ്റുമോ? അപ്പോൾ ഓരോ വീട്ടിലും, ഇപ്പോൾ നമ്മളെ എല്ലാ വീടുകളിലും കേരളത്തിൽ പഞ്ചസാര വാങ്ങാത്ത വീടുകളുണ്ടോ? ഉണ്ടോ? ആ പഞ്ചസാരക്ക് 5% GST നമ്മൾ നൽകുന്നുണ്ട്. 5% GST നമ്മൾ നൽകുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല എന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഈ 5% GST നൽകി വാങ്ങുന്ന പഞ്ചസാര, ആ GSTയിൽ നിന്ന് നെയ്മീൻ വാങ്ങി തിന്നുന്നവൻ തിന്നോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. സാധാരണക്കാരനെ കേൾക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മളെപ്പോഴും പറയുമല്ലോ, ഈ പുത്തൻ പണക്കാർക്ക് എപ്പോഴും വലിയ പ്രശ്നക്കാരായിരിക്കുന്നത്. അതുപോലെയാ ചെത്തുകാരൻ്റെ മകൻ മുഖ്യമന്ത്രി ആയപ്പോൾ സാധാരണക്കാരനെ കാണാൻ പറ്റില്ല. വലിയ പ്രശ്നം. സാധാരണക്കാരനെ കണ്ട വലിയ ബുദ്ധിമുട്ടാണ്. കോർപ്പറേറ്റുകളും ബിനാമികളും അബ്കാരികളും വട്ടിപ്പലിശക്കാരും കള്ള് കച്ചവടക്കാരും ഒക്കെ മതി. കള്ള് കച്ചവടക്കാർ ഒരു സാധാരണക്കാരനെ പിണറായി വിജയൻ കാറി കയറ്റുമോ? പിണറായി വിജയൻ അന്ന് ന്യായീകരണം പറഞ്ഞ എന്താണ് ഞാനിങ്ങനെ ആലോചിച്ചത്. എന്ത് 150-ലധികം ക്രിമിനൽ കേസുകൾ തലക്ക് മുകളിലുള്ള ഒരുത്തനെ ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചിട്ട്
സംഗമവേദിയിലേക്ക് ആ മനുഷ്യൻ നടന്നു പോകുന്നത് കണ്ടു അത്രേ. ഏതാ മനുഷ്യൻ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ക്രിമിനൽ. അപ്പൊ നടന്നു പോകുന്നത് കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് കയറ്റിയതാണെന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ കേരളത്തിലൂടെ 19 വാഹനങ്ങളുടെ അകമ്പടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുമ്പോൾ ഒരുപാടധികം എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത സാധാരണക്കാരെ കേരളത്തിലെ തെരുവിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോഴൊന്നും വാഹനത്തിൽ കയറ്റണമെന്ന് പിണറായി വിജയന് തോന്നിയിട്ടില്ലല്ലോ. തോന്നിയോ? അപ്പം ഞാൻ പറയുന്നത് മറ്റൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കേട്ട വാക്കുകൾ എന്താ? കടക്ക് പുറത്ത്, ചെറ്റയും നികൃഷ്ടജീവിയും ചെറ്റത്തരവും. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഒരു പാവപ്പെട്ട സാധു സഖാവേ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ചോദ്യമുണ്ട്, വീട്ടിൽ പോയി ചോദിക്കും. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നതോ കരുതലിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ, എംപതിയുടെ, സിമ്പതിയുടെ അല്ല, എംപതിയുടെ വാക്കുകൾ. എന്ന് പറഞ്ഞാൽ ഒരു കൂരയില്ലാത്തവൻ്റെ വിഷമം, അവൻ്റെ സങ്കടം, അവൻ്റെ ദുഃഖം അത് തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട്, അത് തൻ്റെ വിഷയമായി കണ്ടുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് അതിനെ കാണാനുള്ള ഒരു ത്രാണിയുള്ള, കഴിവുള്ള, മനസ്സുള്ള, സുമനസ്സുള്ള, ഇവിടെ നിന്നല്ല കാണുന്നത്, ഇവിടെ ഹൃദയം കൊണ്ട് കാണുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ വാക്കുകൾ പലപ്പോഴും പല വേദികളിലും, ആ മനുഷ്യന്റെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് പലപ്പോഴും ചോദ്യങ്ങൾക്കുള്ള മറുപടി പറച്ചിലാണെങ്കിൽ, ആ മനുഷ്യൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ വേദികളും കേരളത്തോടുള്ള കരുതലുകളാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത, നമ്മൾ ആഗ്രഹിച്ച, കേരളം കൊതിച്ച വാക്കുകൾ മാത്രമല്ല കേട്ടോ, പ്രവർത്തികൾ അങ്ങനെയാണെന്ന് ഞാൻ പറയാൻ, നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ കാഴ്ചകളും ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതുപോലെ ഒരു ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ മുമ്പ് കണ്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയാനില്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടിട്ടില്ല. മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. ജീവിതത്തിൽ നമ്മളത് കണ്ടിട്ടില്ല, അല്ലേ? അവിടെ ഈ മനുഷ്യൻ, ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് എവിടെ നിന്ന് ഇതുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊക്കെയോ രീതിയിൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതല്ല. അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുന്ന മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെ രൂപീകരിക്കുന്നത്, അതിനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മനുഷ്യൻ്റെ ലോകപരിചയം, ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അതിനപ്പുറം ഈ പറയുന്ന വിവരവും വിദ്യാഭ്യാസവും എന്ന് പറയുന്നത് അത് വലിയ ഒരു ഘടകമാണ്. അതില്ലാതെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സതീശൻ ഓരോ ദിവസവും ആ മനുഷ്യനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നിമിഷം ആ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു ക്യൂരിയോസിറ്റി, ഒരു ഒബ്സർവേഷൻ അതുള്ളത് കൊണ്ട് തന്നെ പലതും ആ മനുഷ്യൻ സ്വായത്തമാക്കുന്നു. അതിൽ സാധാരണക്കാരൻ്റെ ജീവിതവും അയാൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൂരയില്ലാത്തവൻ്റെ വേദന ആ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ആ മനുഷ്യന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് അന്യം നിന്നു പോയ ഒരു വിഷയമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സതീശൻ എന്ന് പറയുന്ന മനുഷ്യനെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സാധാരണക്കാരൻ ഇത്രമാത്രം ആഗ്രഹിക്കുന്നത് ഒരു നോക്ക് കാണാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സതീശൻ്റെ മുന്നിലേക്ക് എത്തിയ ഒരു വ്യക്തി ആംബുലൻസിലാണ്. ആ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ആ കിടന്ന സ്ട്രക്ചറിൽ നിന്നൊന്ന് തലപൊന്തി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. എന്നിട്ടും മുഖ്യമന്ത്രിയെ കാണണം. കാരണം എന്താ? കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രിയെ TV-യിലാണ് കണ്ടത്. ഇന്ന് നേരിട്ട് കാണാനുള്ള അവസരമുണ്ട്. ആർക്കും വരാം, കാണാം, സംസാരിക്കാം, സങ്കടങ്ങൾ പറയാം, തൻ്റെ മനസ്സ് തുറക്കാം, വിഷമങ്ങൾ പങ്കുവെക്കാം, കേൾക്കാനും കൂടെ നിൽക്കാനും ചേർത്ത് നിർത്താനും കേരളത്തിനൊരു മുഖ്യമന്ത്രിയുണ്ട്.
അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടുന്ന ഒരു വിഭാഗം മറുഭാഗത്ത് അവർക്ക് ഇങ്ങനെ ഒരു 4 വാക്ക് പറയാൻ പോലും സാധിക്കുന്നില്ല. എന്നിട്ടല്ലേ ചേർത്ത് നിർത്തൽ, ഒരാശ്വാസത്തിന്റെ 2 വാക്ക്, ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു 2 വാക്ക് കൊണ്ടെങ്കിലും ആശ്വസിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവര് മുഖ്യമന്ത്രി ബിരിയാണി തിന്നോ, മുഖ്യമന്ത്രി ചോറ് തിന്നോ, മുഖ്യമന്ത്രി കഞ്ഞി കുടിച്ചോ, മുഖ്യമന്ത്രി മീൻ പൊരിച്ചെടുത്തോ എന്നൊക്കെയാണ് അവർ നോക്കുന്നത്. നോക്കട്ടെ, സാധാരണക്കാരനൊപ്പം നിൽക്കാൻ സതീശനുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്. അതൊരു വലിയ വ്യത്യാസമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് ലഭിക്കാതെ പോയത് നമ്മളിന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ ഓരോ വാക്കുകൾക്കും ജനം കൈയടിക്കുകയാ. കാരണം എന്താ? നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ. അത് വാക്കുകളിൽ മാത്രമല്ല കേട്ടോ, പ്രവർത്തനങ്ങളിലും അത് തന്നെയാ. ആ മനുഷ്യനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി പല പരിശ്രമങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാ. പക്ഷേ എല്ലാം പൊളിഞ്ഞ് തരിപ്പണമാകുകയും ചെയ്യുന്നുണ്ട്. രാവിലെ പടച്ചു വിടുന്ന വ്യാജങ്ങള് വൈകുന്നേരങ്ങളിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയും നമ്മൾ തന്നെ കാണുകയാ. പലരും തെറ്റുപറ്റി എന്ന് വിളിച്ചു പറയുകയാ. ആലോചിക്കണം. അപ്പോ ഇതൊന്നും ആ മനുഷ്യനെ തെല്ലും അലട്ടുന്നില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുമില്ല. കഴിഞ്ഞ 10 വർഷം കാണാത്ത ഒരു മുഖ്യമന്ത്രി ഇന്ന് നമുക്ക് ഉണ്ട്. സാധാരണക്കാരൻ്റെ വേദനക്കൊപ്പം, അവൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പം, അവൻ്റെ സങ്കടങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ. അതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ.